10 ദിവസമായി കേരളത്തിലെ പ്രമുഖനായ ഒരു MLA കാണാതായിട്ട് എല്ലായിടത്തും അരിച്ചു പെറുക്കുന്നുവെന്ന് പോലീസ് അവകാശപ്പെടുന്നതിനിടെയാണ് ഹൈക്കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് തടഞ്ഞ് ഉത്തരവ് നേടിയെടുത്തത്. പോലീസിനെതിരെ രൂക്ഷ വിമർശനമാണ് നിലവിൽ ഉയരുന്നത്. കർണാടകയിലെയും കേരളത്തിലെയും ചില കോൺഗ്രസുകാരാണ് രാഹുലിനെ സംരക്ഷിക്കുന്നത് എന്നാണ് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ ന്യായീകരണം. ഇന്ന് മീറ്റ് ദി പ്രസിൽ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചത് എന്ത് എന്നത് കേൾക്കാം. പോലീസിന് അദ്ദേഹത്തെ കണ്ടെത്താനായില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ പോലീസ് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കുകയാണ് എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് അറിയാമല്ലോ എവിടെയാണെന്നുള്ളത്. ആ അറിയുന്നവർ ഇങ്ങനെ പറയുന്നത് ആത്മാർത്ഥയോടെയാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം അത് പോലീസിനെ അറിയിക്കലാണ്. അങ്ങനെ അറിയിച്ചാൽ വളരെ നല്ലതായിരിക്കും. അതല്ലാതെ പ്രചരണത്തിന് വേണ്ടി മാത്രം പറയുന്നൊരു കാര്യം മാത്രമാണിത്. പോലീസിന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കേണ്ട യാതൊരു സമീപനവും സ്വീകരിക്കേണ്ടതായിട്ടില്ല. കാരണം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക എന്നത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. പക്ഷേ പോലീസിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നതിന് വേണ്ടിയുള്ള രക്ഷാവലയം കോൺഗ്രസ് തന്നെ തീർത്തിരിക്കുന്നു എന്നുള്ളതാണ് പൊതുവെ മനസ്സിലാക്കുന്ന കാര്യം. ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരാൾ അയാളുടെ മാത്രം കഴിവിൻ്റെ ഭാഗമായിട്ട് ഒളിവിലിരിക്കുകയല്ലോ. അതിൽ ആർക്കൊക്കെ പങ്കുണ്ട്? ഇന്ന് രാവിലെ പ്രസ്താവന നടത്തിയ ആൾ മാത്രമാണോ? അതിൻ്റെ മൂത്തതുണ്ടോ? ആ മൂത്തതിൻ്റെയും മൂത്തതുണ്ടോ? ഇതൊക്കെ പരിശോധിച്ചാൽ മാത്രമല്ലേ മനസ്സിലാവൂ. ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണവും ഇന്ന് വന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ പോലീസ് ഒളിച്ചു കളിക്കുന്നു എന്ന വിമർശനം പ്രതിപക്ഷ നേതാവ് തുടർന്നു. ഇപ്പോൾ തന്നെ SITയുടെ മീതെ അതിശക്തമായ സമ്മർദ്ദമുണ്ട്. തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. SIT കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒരു ഫംഗ്ഷനിങ് അല്ല. ഇല്ലെങ്കിൽ മുൻ മന്ത്രി, ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ട സമയം അതിക്രമിച്ചു. അപ്പോൾ SIT ഹൈക്കോടതി രൂപീകരിച്ച SIT ഹൈക്കോടതി രൂപീകരിച്ചാണെങ്കിലും സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. അവരുടെ മീതെ ഒരു അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തി ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ, അല്ലാതെ നിൽക്കില്ല, അത് കഴിയുന്നതുവരെ മാറ്റിക്കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. സലിം മാലിക് വിശദാംശങ്ങളുമായി. സലിം മാലിക്, എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതിൽ പലതരത്തിൽ അഭ്യൂഹങ്ങൾ ഉയർന്നു വരുന്നതിനിടെയാണ് ഇങ്ങനൊരു വാദപ്രതിവാദം, അത് ഭരണപക്ഷം പ്രതിപക്ഷ വാക്പോര് തുടരുന്നത്. മുഖ്യമന്ത്രി ഇന്നലെ പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ന് കുറച്ചുകൂടി വിശദമായി അദ്ദേഹം പറയുമ്പോൾ കോൺഗ്രസിന്റെ രക്ഷാ കവചം ഒരുക്കിയിരിക്കുകയാണ് എന്ന് പറയുകയാണ് മുഖ്യമന്ത്രി. അതിൽ നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന് പറയുന്നു. മുതിർന്ന നേതാക്കൾക്ക് ഉൾപ്പെടെ പങ്കുണ്ട്. അവർ വിവരങ്ങൾ കൈമാറുകയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഒരു അർത്ഥത്തിൽ കൈമലർത്തുന്ന ആഭ്യന്തരമന്ത്രിയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞത്, മുൻകൂർ ജാമ്യാപേക്ഷ ഇങ്ങനെ പരിഗണിക്കുന്ന വേളയിൽ ഒരു അറസ്റ്റ് എന്നുള്ളത് സ്വാഭാവികമായി ചെയ്യുന്ന ഒരു കാര്യമല്ല എന്നുകൂടി പറയുകയാണ്. അപ്പോൾ അതിലൊന്നും പ്രത്യേകിച്ചൊന്നും അദ്ദേഹത്തിന് ചെയ്യാനില്ല എന്നുകൂടി പറഞ്ഞു വയ്ക്കുകയാണോ എന്ന സംശയം ഉയരുന്നുണ്ട്. മറ്റൊന്ന്, കോൺഗ്രസ് ആകട്ടെ പൂർണ്ണമായും ഇപ്പോൾ കഴിയൊഴിയിരിക്കുകയാണ്. ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, ഇയാളെ പുറത്താക്കിയതാണ്, അപ്പോൾ നമുക്കിതിന് അതിലൊന്നും പറയാനില്ല, നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന്. എവിടെയാണ് ഇദ്ദേഹം ഉള്ളത്? ബംഗളൂരുവിലാണ് എന്നൊക്കെ അഭ്യൂഹങ്ങളുണ്ട്. പക്ഷേ ഇതിലൊന്നും വ്യക്തതയില്ലല്ലോ സലിം. 10 ദിവസമായി. അനുജ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിട്ട് ഇന്ന് 10 ദിവസമാകുന്നു. ഇതിനിടയിൽ പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താനേ കഴിഞ്ഞിട്ടില്ല. അതിൽ പോലീസിന്റെ വീഴ്ച തുറന്നു സമ്മതിക്കുകയാണ് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന വാർത്താ സമ്മേളനത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നവർ അത് തുറന്നു പറയുകയാണ് വേണ്ടത് എന്നുള്ളൊരു വാദമാണ് മുഖ്യമന്ത്രി ഇന്ന് നിരത്തുന്നത്. പോലീസിന് കഴിഞ്ഞ 10 ദിവസവും കഴിയാത്ത കാര്യമാണ് ആ നിലയിലുള്ള വിവരങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നവരും ഒരാളുടെ മാത്രം കഴിവിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലിരിക്കുന്നത് എന്നത് ഉൾപ്പെടെയുള്ള പ്രസ്താവനയിലൂടെ മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്. അതേസമയം കോൺഗ്രസും തിരിച്ച് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയതിന് തൊട്ട് പിറ്റേ ദിവസം മുതൽ തന്നെ ആ നിലയിലൊരു പ്രതിരോധം ആരംഭിച്ചതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാത്തത് സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ കഴിവുകേട് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രതിരോധം. ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത് എന്നൊരു നിലപാടിലേക്ക് കോൺഗ്രസ് പോകുന്നതും മറ്റൊരർത്ഥത്തിലൊരു തന്ത്രത്തിന്റെ കൂടി ഭാഗമാണ്. കാരണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം തിരിച്ചടിക്കുമെന്ന ഉറച്ച
ഉറച്ച ബോധ്യം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കുകയും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യുക തന്നെ വേണമെന്നൊരു വാദത്തിലേക്ക് കോൺഗ്രസ് നേതാക്കൾ തന്നെ എത്തുന്നതും അതുകൊണ്ടാണ്. ഇന്ന് ഈ താൽക്കാലികമായി അറസ്റ്റ് തടഞ്ഞ വിധി വന്നതിന് ശേഷവും KPCC നേതൃത്വം നൽകിയ നിർദ്ദേശവും അങ്ങനെ തന്നെയായിരുന്നു. വലിയ നിലയിലുള്ള പ്രതിരോധം മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ആ നിലയിലുള്ള പ്രതിരോധം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വേണ്ട, അത്യാഹ്ലാദമോ അമിത ആവേശമോ ഒന്നും ആ വിഷയത്തിൽ സ്വീകരിക്കേണ്ടതില്ല എന്നൊരു നിലപാട് കൂടി കോൺഗ്രസ് സ്വീകരിക്കുന്നതും അതുകൊണ്ടാണ്. എന്തായാലും നിലവിൽ അതൊരു ഈ പ്രതിപക്ഷ ഭരണപക്ഷ വാക്പോര് എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു ക്രിമിനലിനെ പിടിക്കാനായി കാത്തിരിക്കുകയും ആ ക്രിമിനലിനെ കിട്ടാതാവുമ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ ഏതൊക്കെ നിലയിൽ വാക്പോര് നടത്തുമോ ആ നിലയിലേക്ക് ഒരു കോൺഗ്രസ് MLA ആയിരുന്നയാളെ ഇപ്പോൾ കാണാതായതിൽ വാക്പോര് മാറുന്നു എന്നുള്ളത് മാത്രമല്ല, ഇതിലെ രണ്ടാമത്തെ പരാതിയിലെ പരാതിക്കാരനായ ആ ജഡ്ജ്മെന്റിന്റെ കോപ്പിയിൽ പരാതിക്കാരന്റെ ഭാഗത്ത് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് എന്ന നിലയിലേക്ക് കൂടി കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് അതൊരു തെരഞ്ഞെടുപ്പ് വരെയുള്ള ഒരു രാഷ്ട്രീയ ആയുധമാക്കുക എന്നുള്ളതാണ് ഇരു കൂട്ടരുടെയും നിലവിൽ ലക്ഷ്യമിടുന്നത്. അതിനിടയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. തുടക്കം മുതൽ തന്നെ പല ജില്ലകൾ പരിശോധിച്ചാൽ ഇന്ന് ഈ കോടതി വിധി വന്നതിന് പിന്നാലെ, കോടതിയുടെ ഉത്തരവ് വന്നതിന് പിന്നാലെ അന്വേഷണ സംഘം ആ നിലയിൽ ഒരു പരിശോധന നടത്തുന്നില്ല. പക്ഷേ എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 10 ദിവസമായി പലയിടങ്ങളിലെയും പേരുകൾ കേട്ടതാണ്. അതിന് പിന്നാലെ ആ സ്ഥലങ്ങളിലൊക്കെ അന്വേഷണ സംഘം പോയി എന്ന് പറയപ്പെട്ടതാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ എവിടെയെന്ന് കണ്ടെത്താനോ അറസ്റ്റ് ചെയ്യാനോ അന്വേഷണ സംഘം പലതരത്തിൽ അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് 15 വരെ ആദ്യത്തെ കേസിൽ അറസ്റ്റ് പാടില്ല എന്ന് ഹൈക്കോടതി പറയുമ്പോൾ രണ്ടാമത്തെ കേസിൽ തിങ്കളാഴ്ചയാണ് കോടതി അതിൽ കൃത്യമായി തന്നെ നിലപാട് വ്യക്തമാക്കാൻ ഒരുപക്ഷെ പോകുന്നത്. മുൻകൂർ ജാമ്യ ഹർജിയിലൊക്കെ വ്യക്തമായ നിലപാട് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ ആ ദിവസം വരെ അദ്ദേഹത്തിന്റെ ഒളിവ് ജീവിതം തുടരുമെന്നും നമുക്ക് കണക്കാക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.